പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 164 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ 9 ദൃഷ്ടാന്തങ്ങളെയാണ് പഠിച്ചു വരുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ എന്ന ഭാഗമാണ് വിശദീകരിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് വതസ്രീഫിർ റിയാഹ് എന്നതാണ്. ഇതിൽ കാറ്റാണ് വിഷയം. വതസ്രീഫിർ റിയാഹ്, കാറ്റുകളെ ചലിപ്പിക്കുന്നതിലും ചിന്തിക്കുന്നവർക്ക് ധാരാളം മഹനീയമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് ഈ പ്രയോഗം അറിയിക്കുന്നത്. തസ്രീഫ് എന്നത് തൻവീഇനെ അറിയിക്കുന്നു, അതേപോലെ തഖ്ലീബിനെയും അറിയിക്കുന്നു. തൻവീ വൈവിധ്യമാക്കുന്നതിനെ അർത്ഥമാക്കുന്നു. വതസ്രീഫിർ റിയാഹ് എന്ന് പറഞ്ഞാൽ ഐ വതൻവീഇഹ, കാറ്റുകളെ വൈവിധ്യമാക്കുക. അതേപോലെ തസ്രീഫ് തഖ്ലീബിനെ അറിയിക്കുന്നു. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് എന്ന ദുആവചനം, അതിലെ മറ്റൊരു റിവായത്താണ് അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളെ ചലിപ്പിക്കുന്നവനെ, മാറ്റിമറിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തഖ്ലീബ് എന്ന അർത്ഥത്തിൽ തസ്രീഫ് വരും. വതസ്രീഫിർ റിയാഹ് എന്ന് പറഞ്ഞാൽ കാറ്റുകളെ ചലിപ്പിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. അരിയാഹ് എന്നാൽ അരീഹ് എന്നതിൻ്റെ ബഹുവചനമാണ്. രീഹ് കാറ്റ്, അരിയാഹ് കാറ്റുകൾ. വിശുദ്ധ ഖുർആനിൽ ഏകവചനവും പരാമൃഷ്ടമാണ്, ബഹുവചനവും പരാമൃഷ്ടമാണ്. 14 സൂക്തങ്ങളിൽ 17 തവണ അരീഹ് എന്ന ഏകവചനം വന്നിട്ടുണ്ട്. അരിയാഹ് എന്ന് 10 തവണയും വന്നിട്ടുണ്ട്. അരീഹ് വിശുദ്ധ ഖുർആനിൽ 3 ആശയങ്ങളിൽ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വിഷയമായ കാറ്റ് തന്നെയാണ്. വതസ്രീഫിർ റിയാഹ് എന്നിവിടെ പറഞ്ഞില്ലേ, അത് റീഹിൻ്റെ ബഹുവചനമാണ്. മറ്റൊരർത്ഥത്തിൽ വന്നത് ഇന്നി ലഅജിദു റീഹ യൂസുഫ്, യൂസുഫിൻ്റെ റീഹിനെ ഞാൻ അനുഭവിക്കുന്നു എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഭാഗത്താണ്. അവിടെ റീഹ് എന്നാൽ റഈഹത്ത്, മണം, വാസന എന്ന അർത്ഥത്തിലാണ്. മൂന്നാമത്തേത് ശക്തി എന്ന അർത്ഥത്തിൽ റീഹ് വന്നിട്ടുണ്ട്. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും എന്ന് അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ അന്യോന്യം കൊമ്പുകോർക്കരുത്, തർക്കിക്കരുത്. അങ്ങനെയായാൽ നിങ്ങൾ ക്ഷയിക്കുകയും നിങ്ങളുടെ ശക്തി പൊയ്പോകുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇവിടെ വതദ്ഹബ റീഹുകും എന്നിടത്ത് റീഹ് ഖുവ്വത്തിനെ, ശക്തിയെയാണ് അറിയിക്കുന്നത്. റീഹ് എന്നത് പൊതുവിൽ കാറ്റിനാണ് പറയുക. എന്നാൽ രണ്ടർത്ഥത്തിൽ രണ്ടിടത്ത് വിശുദ്ധ ഖുർആനിൽ ഈ പദം വന്നത് ഇവിടെ നമ്മൾ വേറെ മനസ്സിലാക്കി. പണ്ഡിതന്മാർ റീഹും റിയാഹും എന്ന വചനങ്ങളെ പല നിലക്ക് പഠന വിധേയമാക്കിയിട്ടുണ്ട്. അതിലൊരു വിഷയം, റീഹ് പറയപ്പെട്ട ഇടങ്ങളിലെല്ലാം ഷർറാണ് വിഷയം, വിപത്തും വിനയുമാണ് വിഷയം. ഉദാഹരണത്തിന് സൂറത്ത് ആലി ഇംറാനിലെ 117 വചനം സത്യനിഷേധികൾ നിർവഹിക്കുന്ന ചെലവുകളെക്കുറിച്ച്, അവർ ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, കമസലി റീഹിൻ ഫീഹാ സിർറുൻ അസ്വാബത് ഹർസ ഖൗമിൻ ളലമു അൻഫുസഹും എന്ന്. കൃഷിയിടത്തിലേൽക്കുന്ന ശൈത്യക്കാറ്റിനെയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അത് ഫഅഹ്ലകത്ഹു, ആ കൃഷിയിടത്തെ നശിപ്പിച്ചു എന്ന്. ഇതേപോലെ ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ ഫി അയ്യാമിൻ നഹിസാത്ത്, ആദ് ഗോത്രത്തിന് നേരെ നിയോഗിക്കപ്പെട്ട കാറ്റിനെ കുറിച്ച് സൂറത്ത് ഫുസ്സിലത്തിൽ ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറ ഫി യൗമി നഹ്സിൻ മുസ്തമിർ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ റീഹ് വന്നതൊക്കെ ഷർറിനു വേണ്ടി പ്രയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ റിയാഹ് വിശുദ്ധ ഖുർആനിൽ 10 ഇടത്ത് പ്രയോഗിക്കപ്പെട്ടു. അവിടെയെല്ലാം ഖൈറിനെ, നന്മയെ, ഗുണത്തെ ദ്യോതിപ്പിച്ചുകൊണ്ടും നന്മയുടെ വിഷയത്തിലുമാണ്. നമ്മുടെ ഈ ആയത്തിൽ വതസ്രീഫിർ റിയാഹ്, അതേപോലെ വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി വഅർസൽന റിയാഹ ലവാഖിഹ്, ഇങ്ങനെയുള്ള വചനങ്ങളിലൊക്കെ ഞാനിത് പറഞ്ഞത് റീഹും റിയാഹും പ്രയോഗിച്ചതിലെ വ്യത്യാസം പണ്ഡിതന്മാർ ഉണർത്തിയത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വതസ്രീഫിർ റിയാഹ്, കാറ്റുകളെ ചലിപ്പിക്കുന്നതിലും വൈവിധ്യമാക്കുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ ദൃഷ്ടാന്തങ്ങൾ, എന്തൊക്കെയാണ് ആ ദൃഷ്ടാന്തങ്ങൾ, കാറ്റിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും എന്തെല്ലാം, ഇത് തുടങ്ങി കുറേ വിഷയങ്ങളാണ് ഈ ഭാഗം മനസ്സിലാക്കുവാൻ നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്. അൽ ഫഖ്റുർ റാസി തഫ്സീറിൽ കാറ്റടിച്ചു വീശുന്നതിൽ
ആ കാറ്റുകളെ ചലിപ്പിക്കുന്ന വിഷയമാണ് ആയത്ത് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റടിച്ചു വീശുമ്പോൾ ഖുബൂലൻ വദുബൂറ വജുനൂബൻ വശിമാല, മുന്നോട്ട് വീശുന്നവയുണ്ട്, പിന്നോട്ടായുന്നവയുണ്ട്, തെക്കൻ കാറ്റും വടക്കൻ കാറ്റുമൊക്കെ ഉണ്ട്. മാത്രമല്ല കാറ്റിനെ ചലിപ്പിക്കുന്നതിൽ ദൃഷ്ടാന്തം അദ്ദേഹം പറയുകയാണ് വഫി അഹ്വാലിഹ, കാറ്റിൻ്റെ അവസ്ഥകളിലും ഉണ്ട്. എന്താ കാറ്റിൻ്റെ അവസ്ഥകൾ? ഹാറത്തൻ വബാരിദത്തൻ വആസിഫത്തൻ വലയ്യിനത്തൻ, കാറ്റിൽ ഉഷ്ണക്കാറ്റുണ്ട്, അതേപോലെ വബാരിദത്തൻ ശൈത്യക്കാറ്റുണ്ട്, വആസിഫത്തൻ കൊടുങ്കാറ്റുണ്ട്, വലയ്യിനത്തൻ മന്ദമാരുതനും ഇളങ്കാറ്റുമുണ്ട്, വതാറത്തൻ മുബശ്ശിറത്തൻ ബൈന യദൈ സഹാബ്, കാറ്റ് ചിലപ്പോൾ കാർമുകിലുകൾക്ക് മുന്നോടിയായി സന്തോഷവാർത്ത അറിയിക്കും വിധമാണ്. വതൗറൻ തസൂഖുഹു, ചിലപ്പോൾ കാർമുകിലുകളെ കാറ്റ് നയിച്ചു കൊണ്ടുവരുന്നു. വ ആവിനത്തൻ തെജ്മഉഹു, ചില സമയങ്ങളിൽ കാറ്റുകൾ ശിഥിലമായ കാർമുകിലുകളെ സംഘടിപ്പിക്കുന്നു. വവഖ്തൻ തുഫർരിഖുഹു, ചിലപ്പോൾ കാർമുകിലുകൾ കാർമേഘങ്ങൾ കൂട്ടങ്ങളായി കുന്നുകൾ പോലെയാണ്. പക്ഷേ കാറ്റ് ആ കുന്നുകൂടിയ കുമിഞ്ഞ കാർമേഘങ്ങളെ വേർതിരിക്കുന്നു, ശിഥിലമാക്കുന്നു. വഹീനൻ തസ്രിഫുഹു, ചില സമയങ്ങളിൽ കാറ്റ് കാർമേഘങ്ങളെ വഴിമാറ്റുന്നു, ചലിപ്പിക്കുന്നു. വതാറത്തമ്പിർ റഹ്മ, ചിലപ്പോൾ കാറ്റ് കാരുണ്യമാണ്. വതാറത്തമ്പിൽ അദാബ്, മറ്റു ചിലപ്പോൾ കാറ്റ് ശിക്ഷയുമാണ്. ആയത്തും മിൻ ആയാത്തില്ല യതസറഫു ഫീഹ, കാറ്റെന്നാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒരു ദൃഷ്ടാന്തം തന്നെ. അതിൽ കൈകാര്യകർത്തൃത്വം അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക്. ദാലിക മിമ്മാ ലാ യഖ്ദിറു അലൈഹി അഹദുൻ ഇല്ലല്ലാഹ്, കാറ്റിനെ ഇவ்விதം കൈകാര്യം ചെയ്യുന്നതിന് കഴിവുറ്റവൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. എന്നിട്ട് ഇമാം റാസി പറയുന്നത് ഫലൗ അറാദ കുല്ലു മൻ ഫിൽ ആലമി ഖൽബർ റീഹി മിനശ്ശിമാലി ഇലൽ ജുനൂബ്, ലോകത്തുള്ളവർ മുഴുവനും ഉദ്ദേശിച്ചാൽ എന്തിന്? കാറ്റിനെ വടക്ക് നിന്ന് തെക്ക് ഭാഗത്തേക്ക്, വടക്കൻ ധ്രുവത്തിൽ നിന്ന് തെക്കൻ ധ്രുവത്തിലേക്ക് തിരിക്കാനും മാറ്റാനും ലോകത്തിലുള്ളവർ മുഴുവൻ ഉദ്ദേശിച്ചാലും, ഔ ഇദാകാന ലഹവാഉ സാകിനൻ അൻ യുഹർരികഹു, നിശ്ചലമായ കാറ്റിനെ വായുവിനെ ചലിപ്പിക്കുവാൻ ലോകത്തുള്ളവർ മുഴുവൻ ഉദ്ദേശിച്ചാലും ലതഅദ്ദർ, അവർക്കതിന് അസാധ്യമാണ്, അവർക്കതിന് കഴിയാതെ പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കാറ്റിനെ ചലിപ്പിക്കുന്നതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെ? അതിനെയാണ് ഇവിടെ ഫഖ്റുർ റാസി ഈ വരികളിൽ സൂചിപ്പിക്കുന്നത്. കാറ്റുകൾ വടക്കൻ കാറ്റും തെക്കൻ കാറ്റും അതേപോലെ പടിഞ്ഞാറിൽ നിന്ന് പൗരസ്ത്യ ധ്രുവത്തിലേക്കും പൗരസ്ത്യ ധ്രുവത്തിൽ നിന്ന് പശ്ചിമ ധ്രുവത്തിലേക്കുമൊക്കെ അടിച്ചു വീശുന്ന വിവിധ തരം കാറ്റുകൾ ഈ കാറ്റുകളെ ചലിപ്പിക്കുന്നതിൽ ദൃഷ്ടാന്തങ്ങളാണ്. കാറ്റ് നിശ്ചലമാണ് എങ്കിൽ നമുക്കറിയാം ഉഷ്ണകാലാവസ്ഥയിൽ ഒരു മനുഷ്യൻ പൊറുതിമുട്ടും, വേപത് പൂണ്ട് നേരാവിധം നിശ്വസിക്കാൻ പോലും കഴിയാതെ അസ്വസ്ഥമാകും. കാറ്റ് മൃദുവായി ലോലമായി അടിച്ചു വീശിയാൽ, കാറ്റ് ഇളം തന്നലായി മന്ദമാരുതനായി കടന്നു വന്നാൽ എത്ര ഹൃദ്യമാണ്, എത്ര വശ്യമാണ്, സന്തുഷ്ടജനകമാണ്. പക്ഷേ കാറ്റിൻ്റെ ഗതി തീക്കാറ്റായാൽ, കാറ്റ് രൗദ്രഭാവം പൂണ്ട് കൊടുങ്കാറ്റായാൽ, ഇളക്കി മറിക്കുന്ന, തകിടം മറിക്കുന്ന, പിടിച്ചു പറിക്കുന്ന, കീഴ്മേൽ മറിക്കുന്ന, താണ്ഡവമാടുന്ന കാറ്റായാൽ എത്ര ഗൗരവമാണ് വിഷയം, എത്ര ഭീതിജനകമാണ് വിഷയം. സൃഷ്ടികൾ ഈയാമ്പാറ്റകൾ കണക്കെ പാറിപ്പറക്കുന്ന രീതിയിൽ കാറ്റുകൾ ഗതിമാറുന്നു. ആഴിയിൽ കിടക്കുന്ന കപ്പലുകളെ, ഭാരിച്ച കപ്പലുകളെ കടലിൽ നിന്ന് അടർത്തിയെടുത്ത് കരയിലേക്ക് വലിച്ചെറിയുന്ന കാറ്റുകൾ ഈ വർത്തമാന യുഗത്തിൽ നമ്മളൊക്കെ അറിഞ്ഞതും കണ്ടതുമായ യാഥാർത്ഥ്യമാണ്. കാറ്റിനെ ചലിപ്പിക്കുന്നതിൽ മേലായവൻ്റെ കഴിവുകൾ നന്നേ ദൃശ്യവും ഏറെ അനുഭവവേദ്യവുമാണ് എന്നുള്ളതാണ്. കാറ്റുകൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പലതാണ്. വിശുദ്ധ വചനങ്ങളിൽ നമ്മൾ അതിൽ പലത് വായിക്കുന്നു. വമിൻ ആയാതിഹിൽ ജവാരി ഫിൽ ബഹ്രി കൽ ആലാം, കടലുകളിൽ പർവ്വതങ്ങൾ പോലുള്ള കപ്പലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ കാറ്റിനെ അള്ളാഹു അടക്കി നിർത്തും. അതോടുകൂടി സമുദ്രങ്ങളിൽ പർവ്വത സമാനം കാണപ്പെടുന്ന കപ്പലുകൾ കടൽപ്പരപ്പിൽ നിശ്ചലമായി ചലിക്കാതെ നീങ്ങാതെ നിൽക്കുന്ന അവസ്ഥ വരും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ കാറ്റിനെ അടക്കിയാൽ കപ്പലുകൾ കടൽപ്പരപ്പിൽ അനങ്ങാതെ നിൽക്കുന്ന വിഷയം പറയുമ്പോൾ കാറ്റ് നിർവഹിക്കുന്ന ധർമ്മത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വെളിച്ചം നൽകുകയാണെങ്കിൽ സൂചന നൽകുകയാണ് ഈ വിശുദ്ധ വചനത്തിലൂടെ. സൂറത്ത് ഷൂറയിലെ 32-33 വചനങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. കപ്പലിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് രണ്ടു തരം കാറ്റിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഹുവല്ലദീ യുസയ്യിറുകും ഫിൽ ബർരി വൽ ബഹ്രി ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ തയ്യിബ വഫരിഹു ബിഹാ ജാഅത്ഹാ റീഹുൻ ആസിഫ്
വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ എന്നാണ്. അല്ലാഹു അത്രേ കരയിലും കടലിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്, നിങ്ങൾ കപ്പലുകളിലായാൽ, വജറൈന ബിഹിം, ആ കപ്പലുകൾ നിങ്ങളെയും കൊണ്ട് സഞ്ചരിച്ചാൽ, ബിരീഹിൻ തയ്യിബത്തിൻ, നല്ല രീഹുമായി, വഫരിഹു ബിഹ, അങ്ങനെ ആ കപ്പൽ സഞ്ചാരത്തിൽ ആ കാറ്റിനാൽ ആളുകൾ സന്തോഷിക്കുകയും ചെയ്താൽ, ജാഅത്ഹാ റീഹുൻ ആസിഫ്, ആ കപ്പലിന് നേരെ അതാ വരുന്നു കൊടുങ്കാറ്റ്. അതോടെ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മകാൻ, എല്ലാ ഇടങ്ങളിൽ നിന്നും ഈ ആളുകളെ നോക്കി തിരമാലകൾ വരികയായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ ഇവിടെ റീഹുൻ തയ്യിബത്ത്, അതേപോലെ റീഹുൻ ആസിഫ്, കാറ്റുകളെ കുറിച്ച് പറയുന്നു. ഈ കാറ്റുകൾ പരാമർശിക്കപ്പെട്ടതിൽ അവയുടെ ധർമ്മങ്ങൾ, അവയുടെ പ്രത്യേകതകൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നു. എല്ലാ കാറ്റും ഒരേ ഭാവത്തിലല്ല, ഒരേ ഊക്കിലുമല്ല ഇമാം റാസി പറഞ്ഞത് നമ്മൾ ശ്രവിക്കുകയുണ്ടായല്ലോ. അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞത് ചരിത്രത്തിൽ വായിക്കാനാവും. തബൂക്ക് യുദ്ധവേളയിലാണ് ഈ സംഭവം ഉണ്ടായത്. മുസ്ലിമീങ്ങൾ അന്ന് തബൂക്കിലെത്തി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പമുണ്ട്. തിരുനബി പറഞ്ഞു, അമാ ഇന്നഹാ സതഹുബ്ബു അലൈക്കുമുൽ ലൈലതി റീഹുൻ ഷദീദ്, ഈ രാത്രി നിങ്ങൾക്കുമേൽ അതിശക്തമായ ഒരു കാറ്റടിക്കാനിരിക്കുന്നു. ഫലാ യഖും ഫീഹാ അഹദും മിൻകും, ആ കാറ്റടിച്ചാൽ ആരും നിങ്ങൾ എഴുന്നേൽക്കരുത്. വമൻ കാന ലഹു ബഈറുൻ ഫൽയശുദ്ദ ഇഖാലഹു, ഒട്ടകങ്ങൾ കൂടെയുള്ളവർ അതിൻ്റെ കെട്ടുകയർ ശക്തമായി മുറുക്കി കെട്ടിക്കൊള്ളുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി അതിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. ആരും എഴുന്നേൽക്കരുത്, ഒട്ടകങ്ങളെ മുറുക്കി കെട്ടിയിടുക എന്ന്. അബൂ ഹുമൈദ് പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ ഒട്ടകങ്ങളെയെല്ലാം ബന്ധിച്ചു. ഫഅഖൽനാഹ ഫലമ്മ കാന മിനൽ ലൈൽ, രാത്രി ആയപ്പോൾ ഹബ്ബത്ത് അലൈനാ റീഹുൻ ഷദീദ, ഞങ്ങളുടെ നേരെ കടുത്ത ഒരു കാറ്റ് അടിച്ചു വീശി. ഫഖാമ റജുലുൻ, ആ കാറ്റടിച്ചപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് എതിരിൽ അയാൾ എഴുന്നേറ്റു. അബൂ ഹുമൈദ് പറയുകയാണ്, അത് കാരണത്താൽ ഫഹമലത്ഹു റീഹു ഹത്താ അൽഖതുഹു ഫീ ജബലി തൊയ്ഇൻ, ആ വ്യക്തിയെ കാറ്റ് എടുക്കുകയും തൊയ് മലകളിൽ കൊണ്ടിടുകയും ചെയ്തു എന്നാണ്. തബൂക്കിൽ നിന്ന് തൊയ് മലകളിലേക്ക് വലിയ ദൂരമുണ്ട്. ഇന്ന് തബൂക്ക് അറബൻ ഉപദ്വീപിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. തൊയ് മലകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഹായിൽ പ്രവിശ്യയുടെ ഭാഗത്താണ്. എത്ര ദൂരമുണ്ട്? ഈ കാറ്റ് അയാളെ അങ്ങോട്ട് കൊണ്ടിട്ടു എന്നാണ് ഹദീസിൽ പരാമർശമായിട്ടുള്ളത്. ഞാനിത് ഉദ്ധരിച്ചത് കാറ്റിൻ്റെ പ്രത്യേകതയും സ്വഭാവവും നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വതസ്രീഫുർ റിയാഹ് എന്ന് പറയുമ്പോൾ കാറ്റുകളെ ചലിപ്പിക്കുന്നതിലും ഗതി മാറ്റുന്നതിലും ഭാവം മാറ്റുന്നതിലും ഉള്ള ദൃഷ്ടാന്തങ്ങൾ ഉണർത്തുമ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ അതെങ്ങനെ എന്ന് മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊരു സംഭവം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നതാണ്. ഹാജത്തി റീഹു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരുടെ കാലത്ത് ഒരു കാറ്റടിച്ചു വീശി. ഫസബ്ബഹ റജുലുൻ, ഒരു മനുഷ്യൻ ആ കാറ്റിനെ കുറ്റപ്പെടുത്തി ശകാരിച്ചു. ഉടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബഹ, ഒരിക്കലും കാറ്റിനെ ചീത്ത പറയരുത്. ഫഇന്നഹ മഅ്മൂറത്തുൻ, കാരണം കാറ്റ് കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് അത് അടിച്ചു വീശുന്നത്. അർരീഹു മിർ റൗഹില്ലാഹ്, കാറ്റ് അള്ളാഹുവിൻ്റെ റൗഹാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസമാണ്. ഫറൗഹുല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം. തഅ്തി ബിർ റഹ്മതി, അത് റഹ്മത്തായി വരും. തഅ്തി ബിൽ അദാബ്, ശിക്ഷയായും വരും. കാറ്റ് അതിന് റഹ്മത്ത് എന്നൊരവസ്ഥ ഉണ്ട്, ശിക്ഷ അദാബ് എന്നുള്ളൊരവസ്ഥയും ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈദാ റഅയ്തും മാ തക്റഹൂൻ, നിങ്ങൾക്ക് അനിഷ്ടമായി കാറ്റിനെ നിങ്ങൾ കണ്ടാൽ, ഫഖൂലു, നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹിർ റീഹ് വ ഖൈരി മാ ഫീഹാ വ ഖൈരി മാ ഉമിറത് ബി, അല്ലാഹുവേ, ഈ കാറ്റാകുന്ന നന്മയെ, ഈ കാറ്റിലുള്ള നന്മയെ, ഈ കാറ്റ് അയക്കപ്പെട്ടതിലെ നന്മയെ ഞങ്ങളിതാ നിന്നോട് യാചിക്കുന്നു, തേടുന്നു. വനഊദു ബിക മിൻ ശർരി ഹാദിഹിർ റീഹ് വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉമിറത് ബി, ഈ കാറ്റിലെ തിന്മ, അതിലുള്ള തിന്മ, അതേതൊന്നുകൊണ്ട് നിയോഗിക്കപ്പെട്ടുവോ അതിലെ തിന്മ, അതിൽ നിന്നെല്ലാം ഞങ്ങൾ നിന്നോട് അഭയവും രക്ഷയും തേടുന്നു. ഇങ്ങനെ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവം നമ്മളോട് പറയുന്നത് കാറ്റ് റഹ്മത്തുമായി വരും, കാറ്റ് ശിക്ഷയുമായി വരും എന്നുള്ള കാറ്റിൻ്റെ രണ്ട് പ്രത്യേകതകളെയാണ്. കാറ്റ് റഹ്മത്തുമായി വരും എന്ന് തിരുനബി പറയുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളും ചരിത്രങ്ങളും പലതും നമ്മൾ വായിക്കുന്നു. അള്ളാഹു പറഞ്ഞു, വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് മുന്നോടിയായി കാറ്റുകളെ നിയോഗിക്കുന്നവനത്രേ അള്ളാഹു. അള്ളാഹുവിൻ്റെ റഹ്മത്തിന് മുന്നോടിയായി എന്ന് പറയുമ്പോൾ മഴക്ക് മുന്നോടി എന്നാണ്.
മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അതിന് മുന്നോടിയായി അള്ളാഹു കാറ്റിനെ അയക്കുന്നു. ബുഷ്റം ബൈന യദൈ റഹ്മത്തി എന്നാണ്. അള്ളാഹുവിൻ്റെ മഴയാകുന്ന റഹ്മത്തിന് മുന്നോടിയായി സുവിശേഷ വാഹിനിയായി അല്ലെങ്കിൽ സന്തോഷ വാർത്ത നൽകുന്നതായി അള്ളാഹു കാറ്റിനെ അയക്കുന്നു എന്നാണ്. ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത്ത്. അങ്ങനെ ഈ കാറ്റുകളാണ് ജലഭാരമുള്ള കാർമുകിലുകളെ വഹിച്ച് പിന്നീട് നിശ്ചലമായ നിർജീവമായ മണ്ണിൽ ആ കാർമുകിലുകൾ മഴയായി പെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പം മഴയാകുന്ന റഹ്മത്തിന് മുമ്പ് കാറ്റാകുന്ന സുവിശേഷകൻ. ഈ കാറ്റ് ഭാരിച്ച കാർമുകിലുകളെ കൊണ്ടുപോകുന്നു. എവിടേക്ക്? നിർജീവമായ നാടിന്, മണ്ണിന് മുകളിൽ ഈ കാർമുകിലുകൾ നിന്ന് അവിടം മഴ പെയ്യിക്കാൻ. നോക്കൂ നിങ്ങൾ കാറ്റിൻ്റെ ധർമ്മം. കാറ്റാകുന്ന റഹ്മത്ത്. വഅർസൽന الرياح لواقح فأنزلنا من السماء ماء فأسقيناكموه. സൂറത്ത് ഹിജ്റിൽ അള്ളാഹു പറയുകയാണ്. മുമ്പത്തെ വചനം സൂറത്ത് ആറാഫിൽ. ഇവിടെ പറയുന്നത് വഅർസൽന الرياح لواقح. കാറ്റുകളെ നാം പരാഗികളായി അയക്കുന്നു. കാറ്റുകൾ പരാഗികളാണ്. എവിടെയാണ് കാറ്റുകൾ പരാഗണം നടത്തുന്നത്? കാറ്റുകൾ പരാഗണം നടത്തുന്നത് കാർമേഘങ്ങൾക്കിടയിലാണ്. മേഘക്കീറുകളെ കാറ്റുകൾ അടുപ്പിക്കുന്നു. അങ്ങനെ മേഘക്കീറുകൾ അന്യോന്യം കണ്ടുമുട്ടുന്നു, ഉരസുന്നു, കൂടുന്നു. അതിൽ പിന്നെയാണ് ഫഅൻസൽനാ മിനസ്സമാഇ മാഅ. മേഘങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് നാം മഴയെ അവതരിപ്പിക്കുന്നു, ഇറക്കുന്നു എന്ന്. ഇവിടെ കാറ്റ് നോക്കൂ നിങ്ങൾ. നമ്മൾ പരാഗണം പഠിച്ചിട്ടുണ്ട്. പൂക്കളിലും ഫലങ്ങളിലുമൊക്കെ പരാഗണം നടക്കുന്നത്. പൂമ്പൊടികൾ കാറ്റിൽ വഹിക്കപ്പെടുകയും എന്നിട്ട് പരാഗികളായി വർത്തിച്ച് പുഷ്പങ്ങളിലും മറ്റും പരാഗണം നടക്കുന്നത്. സസ്യലതാദികൾ അതിനാൽ സജീവവും ഫലഭൂയിഷ്ടവും ഫലിക്കുന്നതുമൊക്കെ ആകുന്നത്. അവിടെയും കാറ്റ് പരാഗിയായി വർത്തിക്കുന്നു, പരാഗണം നടക്കുന്നു. പക്ഷെ കാറ്റിൻ്റെ പരാഗണം അത് കേവലം പൂമ്പൊടികളിലും പുഷ്പങ്ങളിലും പരിമിതപ്പെടുന്നില്ല. അള്ളാഹു ഇവിടെ കാർമുകിലുകൾക്കിടയിൽ പരാഗിയാണ് കാറ്റുകൾ എന്നാണ് കാറ്റിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ കാറ്റ് നിർവഹിക്കുന്ന ധർമ്മം എത്രമേലാണ്. നമ്മൾ കേട്ടില്ലേ ഇമാം റാസി ചില വിഷയങ്ങൾ ഉണർത്തിയത്. കാറ്റുകളാണ് ശിഥിലങ്ങളായ കാർമുകിലുകളെ ഘടിപ്പിക്കുന്നത്, ഒന്നിപ്പിക്കുന്നത്. ചിലത് മലകൾക്ക് സമാനം കൂടി നിൽക്കുന്ന മുകിലുകളാണ്. അതവിടം പെയ്താൽ പെയ്യുന്നിടം പ്രളയവും നാശവുമായിരിക്കും. പക്ഷേ കാറ്റ് അതിനെ ശിഥിലമാക്കുന്നു. എന്നിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ മഴയുണ്ടാകാൻ കാറ്റ് അതിനെ വേർപ്പെടുത്തി ശിഥിലമാക്കി മാറ്റുന്നു. കാറ്റാണ് കാർമുകിലുകളെ ഗതി മാറ്റുന്നത്, കാർമുകിലുകളെ വഹിക്കുന്നത്, കാർമുകിലുകളെ ഉയർത്തുന്നത്. കടലിൽ നീരാവിയായത് കാറ്റാണ് ഉയർത്തി കാർമുകിലുകൾ തീരാൻ അന്തരീക്ഷ പാളികളിലേക്ക് അല്ലെങ്കിൽ അന്തരീക്ഷങ്ങളിലേക്ക് ഉയർത്തുന്നത്. കാറ്റിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ അത്ഭുത ദൃഷ്ടാന്തം അതിലൊന്ന് കാറ്റാണ്. വലി സുലൈമാൻ അർരീഹ് ആസിഫതൻ തജ്രി ബിഅംരിഹി ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ. അള്ളാഹു പറഞ്ഞില്ലേ അടിച്ചു വീശുന്ന കാറ്റിനെ സുലൈമാന് നാം നൽകിയെന്ന്. അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് ചരിക്കുമായിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കാറ്റ് പറയപ്പെട്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി രൗദ്രഭാവം കൊണ്ട് കൊടുങ്കാറ്റായി അതിശക്തമായി അടിച്ചു വീശുകയും സംഹാര താണ്ഡവമാടുകയും ചെയ്യുന്ന വിഷയവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നിവേദനം ചെയ്തതും. മഹദി പറയുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആസഫത്തിർ റീഹ്. തിരുനബി കാറ്റടിച്ചു വീശിയാൽ അഖ്ബല വ അദ്ബർ, കുറെ മുന്നോട്ട് നടക്കും, കുറെ പിന്നോട്ട് നടക്കും. ദഖല വ ഖറജ്, വീട്ടിൽ കയറും, വീട്ടിൽ നിന്ന് ഇറങ്ങും. വ തഗയ്യറ വജ്ഹുഹു, അവിടുത്തെ മുഖം മട്ടുമാറും. വ തറക മാ ഹുവ ഫീഹി മിനൽ അമൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തിരുനബി വിട്ടേക്കും. എന്നിട്ട് അവിടുന്ന് പറയും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വ ഖൈറ മാ ഫീഹ വ ഖൈറ മാ ഉർസിലത് ബിഹി വ അഊദു ബിക മിൻ ശർരിഹ വ ശർരി മാ ഫീഹ വ ശർരി മാ ഉർസിലത് ബിഹി എന്ന്. കാർമുകിൽ കാണുമ്പോഴും തിരുദൂതർ ഇങ്ങനെ പ്രതികരിച്ചത് മഹദി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം കാറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അസ്വസ്ഥമാക്കിയിരുന്നു. അർരീഹു തുബ്അസു അദാബൻ ലിഖൗമിൻ വറഹ്മതൻ ലിആഖരീൻ. കാറ്റ് ഒരു വിഭാഗത്തിന് ശിക്ഷയായി നിയോഗിക്കപ്പെടും, മറ്റൊരു വിഭാഗത്തിന് റഹ്മത്തായും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അനുഭവത്തിൽ അവിടുന്ന് പറഞ്ഞു നുസിർതു ബിസ്സബ വ ഉഹ്ലികത് ആദും ബിദ്ദബൂർ. സബ കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടു, ആദ് ഗോത്രം നശിപ്പിക്കപ്പെട്ടത് ദബൂർ കൊണ്ടാണ്. സബ എന്ന് പറഞ്ഞാൽ അരീഹു ഷർഖിയ്യ, അത് കിഴക്കൻ കാറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കാറ്റ് സഹായകമായി ഭവിച്ചു എന്നാണ് അവിടുന്ന് പറയുന്നത്.
എന്നാൽ ആദ് ഗോത്രം പണ്ട് നശിപ്പിക്കപ്പെട്ടു. അത് ദബൂർ കൊണ്ടാണ്. ദബൂർ എന്ന് പറഞ്ഞാൽ അരിഹുൽ ഗർബിയയാണ്, പശ്ചിമ ധ്രുവത്തിൽ നിന്ന് അടിച്ചു വീശുന്ന ഒരു തരം കാറ്റാണ്. അതിനാൽ ആദ് നശിപ്പിക്കപ്പെടുകയുണ്ടായി എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ 10,000 പേർ വിശുദ്ധ മദീനയെ വിഴുങ്ങാനും ആക്രമിക്കാനും വന്നപ്പോൾ ആ സഖ്യസേനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇളിഭ്യരാക്കി മടക്കിയത് ഒരു പ്രത്യേക സൈന്യത്തെ നിയോഗിച്ചാണ്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഇദ് ജാഅത്കും ജുനൂദും ഫഅർസൽനാ അലൈഹിം റീഹ വജുനൂദൻ ലം തറൗഹ എന്നാണ്. അള്ളാഹു അവർക്ക് മേൽ ഒരു കാറ്റിനെ അയക്കുകയായിരുന്നു, അതേപോലെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സൈന്യത്തെയും. അതിശക്തമായ ശൈത്യക്കാറ്റ് അത് മദീനയുടെ അടുത്ത് ഖന്തക്ക് കിടങ്ങ് കുഴിച്ച ആ ഭാഗം ജബൽ സൽഇന്റെ സൈഡിൽ അടിച്ചു വീശിയപ്പോൾ ഒരു യുദ്ധം ആവശ്യമില്ലാത്ത വിധം ശത്രുസേന ആ കാറ്റിൽ പരിഭ്രാന്തരായി ഭയചകിതമായി പിന്തിരിഞ്ഞോടുകയാണ് ഉണ്ടായത്. നോക്കൂ നിങ്ങൾ, അവിടെ വന്ന കാറ്റ് അത് ശത്രുക്കൾക്ക് അദാബായ കാറ്റായിരുന്നു. ഈ കാറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ അദാബിൻ്റെ കാറ്റ് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആദ് ഗോത്രത്തിന് നേരെ വന്ന അതിശക്തമായ ഘോര ശബ്ദമുള്ള കാറ്റും. അതിരൂക്ഷമായ ശക്തമായ കാറ്റുകൊണ്ട് ആദ് ഗോത്രം നശിപ്പിക്കപ്പെടുകയുണ്ടായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഖറഹ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹാ സർഅ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. ആ കാറ്റ് ആദ് ഗോത്രത്തിൽ പ്രവർത്തിച്ചപ്പോൾ 7 രാവുകൾ 8 പകലുകൾ ആ കാറ്റിനെ അള്ളാഹു അവർക്ക് മേൽക്കോയ്മ നൽകി. ഒരാളും അവരിൽ ശേഷിക്കാത്ത വിധം ആദ് ഗോത്രം നശിപ്പിക്കപ്പെടുകയുണ്ടായി. ഉള്ളുപൊള്ളയായ വലിയ ഈത്തപ്പനകൾ മറിഞ്ഞു വീണാൽ എങ്ങനെയിരിക്കും, അതുപോലെ ആ ആൾ വിഭാഗങ്ങൾ നിലംപരിശായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, കാറ്റ്, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അവസ്ഥകൾ, സ്വഭാവങ്ങൾ, പ്രകൃതം. അള്ളാഹു പറഞ്ഞു, വതസ്രീഫിർ റിയാഹ്, കാറ്റുകളുടെ ചലിപ്പിക്കൽ, കാറ്റിൽ ഭാവമാറ്റമുണ്ടാക്കൽ, കാറ്റുകളിലെ വൈവിധ്യങ്ങൾ തീർക്കൽ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇത്തരം ഉദാഹരണങ്ങളും ചരിത്രങ്ങളും നമ്മൾ അറിയൽ അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അതേപോലെ സൂറത്തുൻ നാസും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, ഇവകൾ ഓതി അള്ളാഹുവിനോട് രക്ഷക്ക് തേടുകയും അഭയം തേടുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. അവിടുന്ന് ഇത് ഓതിക്കൊണ്ടേ ഇരുന്നു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗം അറിയിക്കുന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഉഖ്ബത്ത് ഇബ്നു ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു ആണ്. തിരുനബി ഒരു യാത്രയിലാണ്. യാത്ര ജുഹ്ഫയുടെയും അബുവായിൻ്റെയും ഇടയിലെത്തി. നമുക്കറിയാം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ആ വഴിയിലാണ് ജുഹ്ഫയും അബുവ എന്ന് പറയുന്ന സ്ഥലവും ഉള്ളത്. തിരുനബി ഈ 2 സ്ഥലങ്ങൾക്കിടയിലായപ്പോൾ ഉഖ്ബ പറയുകയാണ്, ഇദ് ഖശിയത്നാ റീഹുൻ വദുൽമത്തുൻ ശദീദ, ഞങ്ങളെ ഒരു കാറ്റ് പൊതിഞ്ഞു, കൊടിയ ഇരുട്ടും. ആ കാറ്റിൽ ഇരുട്ടിൽ ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു ബിഅഊദു ബിറബ്ബിൽ ഫലഖ് വഅഊദു ബിറബ്ബിൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതി അള്ളാഹുവോട് രക്ഷാതേട്ടം, അഭയത്തേട്ടം നടത്തിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. എന്ന് മാത്രമല്ല, തിരുനബി അവിടെ പഠിപ്പിച്ചു, യാ ഉഖ്ബതു തഅവ്വദ് ബിഹിമ ഫമാ തഅവ്വദ മുതഅവ്വിദുൻ ബിമിസ്ലിഹിമ. ഈ 2 സൂറത്തുകൾ കൊണ്ട് ശരണം വിളിക്ക്, രക്ഷാതേട്ടം നടത്ത്. ഇതുപോലത്തത് കൊണ്ട് ഒരാളും രക്ഷാതേട്ടം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് രക്ഷാതേട്ടത്തിന്, അഭയത്തേട്ടത്തിന് ഏറ്റവും വിശിഷ്ടമായ മന്ത്രങ്ങൾ, സൂക്തങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ കാറ്റ് മൂടിയപ്പോൾ, ഇരുട്ട് പൊതിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷാതേട്ടം തുടർത്തി എന്ന് പറയുമ്പോൾ കാറ്റിൻ്റെ സ്വഭാവവും പ്രകൃതവും പ്രത്യേകതയും ഉൾക്കൊള്ളാനാണ് ഇതുപോലത്തെ സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ധാരാളം പ്രത്യേകതകളും വിശേഷങ്ങളും സ്വഭാവങ്ങളും ഉള്ള ഒരു അത്ഭുത പ്രതിഭാസമാണ് കാറ്റെന്നുള്ളത്. ഭാഷാ നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ ധാരാളം പേരുകൾ ഈ കാറ്റിൻ്റെ ചലനവും സ്വഭാവവുമൊക്കെ പരിഗണിച്ച് അതിന് മാറി മാറി നൽകിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. നമ്മളിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വബ, അതേപോലെ ദബൂർ എന്നീ കാറ്റുകളെക്കുറിച്ച് പറഞ്ഞില്ലേ. അതിൻ്റെ പ്രത്യേകത പരിഗണിച്ച് ജാഹിലി കവി ഇമ്രുൽ ഖൈസ് തൻ്റെ മുഅല്ലഖ തുടങ്ങുന്നത് ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബിൻ വ മൻസിലി ബിസിഖ്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി ഫതൂദിഅ ഫൽ മിഖ്റാതു ലം യഅഫു റസ്മുഹ ലിമാ നസജത്ഹാ മിൻ ജനൂബിൻ വ ശംഅലി എന്ന വരികൾ കൊണ്ടാണ്. ഇവിടെ ജനൂബ്, ശംഅൽ എന്നത്
കവി പറയുന്നത് രണ്ട് കാറ്റുകളെ കുറിച്ചാണ്. വടക്കൻ കാറ്റും തെക്കൻ കാറ്റും. വടക്കൻ ധ്രുവത്തിൽ നിന്ന് തെക്കേ ധ്രുവത്തിലേക്ക് അടിച്ചു വീശുന്ന കാറ്റാണ് ഷംഅൽ. അതേപോലെ തെക്കേ ധ്രുവത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റാണ് ജനൂബ്. സഭയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് പൗരസ്ത്യ ധ്രുവത്തിൽ നിന്നാണ് വീശുക, ദബൂർ പശ്ചിമ ധ്രുവത്തിൽ നിന്നും. ഇതുപോലെ കാറ്റിൻ്റെ സ്വഭാവങ്ങളെയും പ്രകൃതങ്ങളെയും മുഖവിലക്കെടുത്ത് ധാരാളം പേരുകൾ നക്ബ, ഹർജഫ്, ഹർബിയ, നായിജ, നന്മയൊട്ടുമില്ലാതെ വരുന്ന കാറ്റുകൾ, അൽ അഖീം, ശിക്ഷയേറ്റി വരുന്ന കാറ്റ്, സർസർ, ഇങ്ങനെ പലവിധം പേരുകൾ. ചില നിഘണ്ടുക്കളിൽ കാറ്റുകൾക്ക് 25ഓളം പേരുകളാണ് എണ്ണപ്പെട്ടിട്ടുള്ളത്. ഏതായാലും ഇവിടെ ഈ വിശുദ്ധ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വതസ്രീഫിർ റിയാഹ്, കാറ്റുകളെ ചലിപ്പിക്കുന്നതിലും വൈവിധ്യമാക്കുന്നതിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ ഞാൻ ചില പ്രമാണവചനങ്ങളും ചരിത്രങ്ങളും ഉദ്ധരിച്ച് ആപ്തവാക്യങ്ങളെ കേൾപ്പിച്ച് ഏതാനും കാര്യങ്ങൾ ഉണർത്തി എന്ന് മാത്രം. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് വസഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദ് എന്നുള്ളതാണ്. കാർമേഘങ്ങളാണ് അവിടെ ദൃഷ്ടാന്തം, വിഷയം. അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ തുടർഭാഗം നമുക്ക് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.